ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. 2025 പുതുവർഷ പിറപ്പിൽ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുണ്ട് എന്നുള്ള ഫലവും, അതുപോലെ തന്നെ 2025 12 മണി അർദ്ധരാത്രി 2024 അർദ്ധരാത്രി 12 മണി 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം 2025 ജനുവരി 1 12-1 എന്ന പ്രകാരമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് പ്രകാരമുള്ള ഗ്രഹസ്ഥിതി ഒന്ന് നോക്കാം. കന്നി ലഗ്ന സമുച്ചയത്തിലാണ്, അതായത് പുതുവർഷം 2025 ആരംഭിക്കുന്ന തന്നെ പൂരാട നക്ഷത്രത്തിൽ ചതുർത്ഥ ചരണത്തിൽ, അതായത് 4-ാം പാദത്തിലാണ് തുടങ്ങുന്നത്. പൂരാട നക്ഷത്രത്തിലാണ് പുതുവർഷം പിറക്കുന്നത്. അത് 4-ാം പാദത്തിലാണ്. പൂരാട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ഓരോ പാദത്തിനും ഓരോ ദോഷമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ 4-ാം പാദത്തിലായ കാരണം അവരവർക്ക് തന്നെ ദോഷം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഈ പുതുവർഷം ആരംഭം തന്നെ അത്ര ഗുണവുമില്ല. പൂരാട നക്ഷത്രം 4-ാം പാദമായ കാരണം അത്ര ഗുണവുമില്ല എന്നുള്ളത് തന്നെ പറഞ്ഞ് തുടങ്ങാം. നക്ഷത്രം ധനുക്കൂറിലാണ് വരുന്നത്. ശുക്ലപക്ഷ പ്രഥമയിലാണ്. ശുക്ലപക്ഷ പ്രഥമ എന്ന് പറയുമ്പോൾ കറുത്ത വാവ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ പുതുവർഷം പിറക്കുന്നത്. സിംഹകരണവും വ്യാഘാത നാമ നിത്യയോഗവും കൂടിയ കന്നി ലഗ്നം, അന്നേക്ക് ഉദിച്ചു വരുന്ന ലഗ്നം, അതായത് അന്നേക്ക് 2000 വർഷം ധനു 16-ാം തീയതിയാണ്. ധനു 16-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. ധനു 16-ാം തീയതി ഉദിച്ചു വരുന്ന നക്ഷത്രം ധനു തന്നെയാണ് ഉദയത്തിൽ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഏകദേശം 12 മണി ആകുന്ന സമയത്ത് കന്നി ലഗ്നമത്തിൽ വന്ന് ചേരും, ഉദയ ലഗ്നം. അപ്പോൾ കന്നി ലഗ്ന സംശയത്തിലാണ് വരുന്നത്. ആ കന്നി ലഗ്നത്തിൻ്റെ നാഥൻ ബുധനാണ്. ബുധൻ ലഗ്നത്തിൽ നിന്ന് 3-ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ലഗ്നാധിപൻ 3-ാം ഭാവത്തിൽ തെളിഞ്ഞല്ല മറഞ്ഞു നിൽക്കുന്ന ഒരു അപകല്യമാണ് കാണുന്നത്. ലഗ്നാധിപൻ കർമ്മസ്ഥാനം ഏറ്റെടുത്തുകൊണ്ടാണ് 3-ാം ഭാവത്തിൽ മറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൊഴിൽ മേഖലയിൽ, പൊതുവെ രാജ്യത്ത് തൊഴിൽ മേഖലയിൽ കള്ളത്തരങ്ങൾ കൂടുതൽ ഉണ്ടാവും. അതായത് ഓരോരോ തൊഴിലവസരങ്ങളിലും പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുകയാണെങ്കിലും അതിലെല്ലാം കലർപ്പ് കടന്ന ഒരു സ്വഭാവ രീതി ഉണ്ടാകും എന്നുള്ളതും, തൊഴിലെടുക്കുന്നവർക്കെല്ലാം തൊഴിൽ എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള ഒരു വേഗത കാരണം പല പിശകുകളും പറ്റും എന്നുള്ളതും കാണുന്നുണ്ട്. ധനസ്ഥാനത്തിൻ്റെയും ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാം ഭാഗത്തിൻ്റെയും എല്ലാ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ 6-ാം ഭാവത്തിൽ ഭാഗ്യാധിപനും കൂടിയാണ്. 6-ാം ഭാവത്തിൽ ശനിയോടൊപ്പം ആണ് നിൽക്കുന്നത്. അതും ദോഷകരമായിട്ടാണ് കാണുന്നത്. ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ധന വ്യവസായങ്ങൾക്കും ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ഇതുകൾക്കും ധനം കൊണ്ടുള്ള ഉപയോഗം ചെയ്യുന്നവർക്കും എല്ലാം ഉപദ്രവകരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരകത്വ ഗ്രഹമായിട്ടുള്ള വ്യാഴൻ 9-ൽ നിൽക്കുന്ന കാരണം വിപരീത വരാം, ഗുണദോഷ മിശ്ര ഫലവും വരാം എന്നുള്ളത് പറയുന്നുണ്ട്. 3-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ചൊവ്വയാണ്. ചൊവ്വ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നീചത്തിൽ 11-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ 3-ാം ഭാവത്തിൻ്റെ അധിപൻ ഭൂമി കാരകനും കൂടിയാണ് ചൊവ്വ. ധൈര്യം വീര്യം ചതുർബുദ്ധി സഹോദരപരകരം ദശകന സഹായി. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഭൂമി കാരകനും കൂടിയാണ് ചൊവ്വ. ചൊവ്വ നീചാവസ്ഥയിൽ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്നത്. ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഭൂമിക്ക് കോട്ടം തട്ടുന്ന പലവിധ ഉപദ്രവങ്ങളും ഭൂമിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. ജനസമ്മർദ്ദമായിട്ടുള്ള 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യയാധിപൻ 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 11-ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനുമാണ്. 11-ാം ഭാവാധിപനായ ചന്ദ്രൻ പറഞ്ഞ കറുത്ത ഭാവ് കഴിഞ്ഞ് ആൾ രക്ഷപ്പെട്ട് കറുത്ത ഭാവ് കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ശുക്ലപക്ഷമാണെങ്കിൽ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ചന്ദ്രൻ്റെ ബലമില്ല എന്നുള്ള പറയുന്നത്. സൂര്യൻ മിത്രക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിലും സൂര്യൻ അംശിച്ചിരിക്കുന്നത് സ്വക്ഷേത്രത്തിൽ ചിങ്ങൻ രാശിയിലാണ്. അത് കാരണം സൂര്യൻ 4-ാം ഭാവത്തിൽ വ്യാധിക്യവനാണ്, 12-ാം ഭാവാധിപനാണ്. അപ്പം ജനസമൃദ്ധി, ജനങ്ങൾക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുന്ന ഇതും ഭരണകർത്താക്കന്മാർക്കെല്ലാം വളരെ തലവേദന പിടിക്കുന്ന ഒരു വിധികളും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലകളിലെല്ലാം തകർച്ചകളും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മറ്റേ പണികളും, അതുപോലെ തന്നെ പൊതുവികസന പരിപാടികൾക്കെല്ലാം നേതൃത്വം നിൽക്കുന്നത് തന്നെ എല്ലാം തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും വർക്കുകൾ തീരാനുള്ള സാധ്യതയും മന്ത്രിതലങ്ങളിൽ അഴിച്ചുപണികളും മാറ്റങ്ങൾ വരികയും തലപ്പത്തിരിക്കുന്നവരുടെ സ്ഥാനമാന പദവികൾ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയും എല്ലാം
ഈ 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ ഭരണകർത്താക്കന്മാർക്ക് ശരിക്കുള്ള പ്രവണത, അതായത് ബുദ്ധിശക്തിയോട് കൂടിയിട്ടും എങ്ങനെ നീക്കത്തോടു കൂടി കൊണ്ടുപോകാം എന്നുള്ളൊരു ശക്തപരമായിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല. കാരണം 5-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് ലഗ്നത്തിൻ്റെ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത് ശുക്രനോടൊപ്പം. 9-ാം ഭാവാധിപനായിട്ട് ശുക്രനോടൊപ്പം, 2-ാം ഭാവം ശുക്രനോടൊപ്പം നിൽക്കുന്നത്. അതും 5ഉം 6ൻ്റെയും ഭാവാധിപനാണ്. അപ്പോൾ രോഗാധിക്യങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ശനിയാകട്ടെ, ശനി അംശിച്ചിരിക്കുന്നത് നീചത്തിലാണ്, മേടൻ രാശിയിലാണ് അംശിച്ചിരിക്കുന്നത്. അപ്പോൾ ശനിയുടെ ബലം അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതകളും അത് ധനത്തിനെയും ജനങ്ങളെയും ബാധിക്കുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വൈറസ് സംബന്ധമായിട്ടുള്ള പനികളും മറ്റുള്ള കാര്യങ്ങളും പുതിയ ലെവലിലുള്ള രോഗങ്ങളെല്ലാം പടർന്നു വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാൻ പെടാപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം കാലവും ജനാധിപത്യ സംബന്ധമായിട്ടുള്ള ഭരണകർത്താക്കന്മാർക്കുള്ള കാലം കൊണ്ടും 7 സർപ്പമാണ് നിൽക്കുന്നത്, രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് 7-ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തിൽ ആ ഭാഗത്ത് 3-ാം ഭാഗത്ത് മറിഞ്ഞിരിക്കുകയാണെങ്കിലും കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷെ വളരെ പതുക്കെ നടക്കും. 2025 പൂർത്തിയാകേണ്ടത് ചിലപ്പോൾ 2030 അല്ലെങ്കിൽ 2029 പൂർത്തിയാകാനുള്ള സാധ്യതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തുടങ്ങി വരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ നീണ്ടുപോകാനുള്ള സാധ്യതകളും അതേ സമയത്ത് പഴയ പണികൾ, മുടങ്ങിക്കിടക്കുന്ന പണികൾ എടുത്ത് വീണ്ടും പുതുക്കി പണിയാനുള്ള അവസരങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത്. നാശനഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അഷ്ടമാധിപനാണ് കാണുന്നത്. അഷ്ടമാധിപൻ ആ ഭാവത്തിൽ നിന്ന് കേന്ദ്രസ്ഥാനമായിട്ട് 4-ാം ഭാവത്തിൽ കർക്കിടക രാശിയിൽ നിൽക്കുന്നത്. അത് കാരണം പ്രളയം മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ വരുവാനുള്ള സാധ്യതയും ഭൂമി കോപം കൊണ്ട് തുള്ളുകയും കഴിവുകൊണ്ട് തുള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥയെല്ലാം ഉണ്ടാവും എന്നാണ് ഈ വർഷത്തിന് പറയാനുള്ളത്. ഭാഗ്യസ്ഥാനത്തിൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. ഭാഗ്യാധിപൻ ആ ഭാവത്തിൽ നിന്ന് കർമ്മസ്ഥാനത്തിലും ലഗ്നത്തിൽ നിന്ന് 6-ാം ഭാവം നിൽക്കുന്ന കാരണം ഭാഗ്യം വളരെ കുറവായിട്ടും കാണുന്നുണ്ട്. കർമ്മസ്ഥാനത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. ഗുളിക നിൽക്കുന്ന കാരണം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് തൊഴിൽ രംഗത്ത് പലവിധ അട്ടിമറികളും കുറുക്കു വഴികളും എല്ലാം ചെയ്യുന്നത് കാരണം കൊണ്ട് ആ പണികൾക്കെല്ലാം കോട്ടം വരുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ പുതിയ പാലങ്ങളും മറ്റുള്ള പാതകളെല്ലാം പണിതിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പാഴ്ചകൾ വരുവാനുള്ള സാധ്യതകൾ ഗവൺമെൻറ് തലത്തിലെല്ലാം കാണുന്നുണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും പണി പൂർത്തിയാക്കിയാൽ മതി, അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയാൽ മതി എന്നുള്ളൊരു ചിന്തയല്ലാതെ തൊഴിലെടുക്കുന്നവർക്ക് വേറെ ഒരു മാർഗം ഉണ്ടാവില്ല എന്നുള്ളതാണ് കാണുന്നത്. അത് കാരണം കർമ്മരംഗത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് മെനക്കെട് വരുത്താത്ത ഒരു കാര്യമുണ്ട്. വരുമാന മാർഗം, അതേസമയം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുമാന മാർഗം നല്ലപോലെ ഉണ്ടാവും. ധനം വന്ന് കുനിയുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ധനാധിക്യം വന്ന് ശരിയാവുന്നുണ്ട്. അതേസമയത്ത് സ്ഥാനചലനങ്ങളിലെല്ലാം ഉണ്ടാകുന്നതാണെങ്കിൽ ഭരണകർത്താക്കന്മാരിൽ സ്ഥാനചലനങ്ങളിലെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ പുതിയ 2025 വർഷം അത്ര ശുഭകരമല്ല ഭൂമിയെ സംബന്ധിച്ചിടത്തോളം എന്നാണ് പറയുന്നത്. ആ ശുഭകരമല്ലാത്ത കാരണം കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇനി ഓരോ നക്ഷത്രക്കാർക്ക് നമ്മൾക്ക് എങ്ങനെയുള്ള ഫലം ഉണ്ടാവും. അശ്വതി ഭരണി കാർത്തിക മേടക്കൂറ്, അതായത് അശ്വതി ഭരണി കാർത്തികക്കാർക്ക് 2025 എങ്ങനെയുള്ള വർഷമായിരിക്കും എന്ന് ചോദിച്ചു പറഞ്ഞാൽ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ അവർക്ക് വൻപിച്ച കുതിച്ചുകയറ്റം, ധന അഭിവൃദ്ധി, തൊഴിൽ അഭിവൃദ്ധി, വിദേശ യാത്ര, വിദേശ പഠനം, പുതിയ വാഹനം വാങ്ങിക്കുവാനുള്ള സാധ്യത, പുതിയ ഭൂമി വാങ്ങിക്കാനുള്ള സാധ്യത, പുതിയ ഭരണകർത്താക്കന്മാരായിട്ട് വരുവാനുള്ള സാധ്യത, മന്ത്രി പദവികൾ ലഭിക്കുവാനുള്ള സാധ്യത, മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, ഉയർന്ന പദവിയിൽ എത്തിപ്പെടുവാനുള്ള സാധ്യത, ഉയർന്ന മേഖലയിലേക്ക് പോകാനുള്ള സാധ്യത, ബിസിനസ്സുകളിൽ വിജയ സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയും വരുവാനുള്ള സാധ്യതകളെല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ ഭവന നിർമ്മാണം, വാഹനം എന്നിവയെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്രകൾ കൊണ്ട് ഉപകാരം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്ര കൊണ്ട് ബിസിനസ് പുരോഗതികൾ വന്നു ചേരുവാനുള്ള സാധ്യതയും മേടൻ രാശിക്കാർ കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധിയും സന്താന ലബ്ധിക്കുള്ള സാധ്യതയും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും പുതിയ ജോലികൾ അന്വേഷിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥാനമാനങ്ങൾ പദവികൾ കിട്ടുവാനുള്ള സാധ്യതയും ഗവൺമെൻറ് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉദ്യോഗ കയറ്റങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും ഗവൺമെൻറ്
ജോലികൾ അനുഭവത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതയും, സിനിമാ പ്രവർത്തനത്തിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം വൻ കുതിച്ചുകയറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയും, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ നേട്ടങ്ങൾ കൈവരാനുള്ള സാധ്യതയും ഈ 2025 ആദ്യഘട്ടത്തിൽ കാണുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം കുറച്ച് കോട്ടം വരുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ആദ്യ വർഷം തന്നെ എല്ലാം പിടിച്ചടക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നതാണ്. ആദ്യഘട്ടം പറഞ്ഞാൽ ജൂൺ മാസം വരും. 2025 ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം വീണ്ടെടുത്ത് കഴിഞ്ഞ് കാരണം സേഫ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 2025 മധ്യഘട്ടം കഴിയുമ്പോൾ കുറച്ചൊരു വീക്കെൻഡ്സ് ആയിട്ട് വരും. ആ വീക്കെൻഡ്സ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വരൂപിച്ച് വെക്കുകയാണെങ്കിൽ വളരെ ഗുണകരമായിരിക്കും എന്നാണ് പറയാനുള്ളത് മേഡം രാശിക്കാർക്ക്.